ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി പച്ചമാങ്ങ നാരങ്ങ ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി കൊടുത്താൽ അവരെ മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇപ്പോഴത്തെ ചൂടിനൊക്കെ നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഇതുപോലത്തെ ഒരു പച്ചമാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ വലുപ്പത്തിലുള്ളതാണ്, ഒരുപാട് വലുതൊന്നുമല്ല, എന്നാൽ ഒരുപാട് മൂത്തതല്ല കേട്ടോ. അപ്പോൾ ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചമാങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനത്തെ നമ്മൾ പച്ചമാങ്ങ നമ്മളിവിടെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി തൊലി കയ്പുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊലി കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ജ്യൂസ് ജാർ എടുക്കാം. ജ്യൂസ് ജാർ എടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിതുപോലെ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാനിതുപോലെ ചെറിയ 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു എരിവ് വേണം നമ്മുടെ ഈ ഒരു ജ്യൂസിന്. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ചെറുനാരങ്ങയുടെ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ മാങ്ങ കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്തായാലും ലെമൺ ജ്യൂസ് മസ്റ്റായിട്ടും ചേർത്തോളൂ. ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ജ്യൂസിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല മധുരത്തിൽ വേണം നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല തണുത്ത വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അടിച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നത്. അങ്ങനത്തെ നമ്മളിതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല തണുവോട് കൂടി നല്ല മധുരത്തോട് കൂടി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കുടിച്ച് നോക്കട്ടെ. അടിപൊളിയാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ എല്ലാവരും ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്